എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണോദ്ഘാടനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറോട്ട നാടകമെന്ന് UDF. നിർമ്മാണോദ്ഘാടനം നടപടിക്രമങ്ങൾ പാലിക്കാതെയും അനുമതി ലഭിക്കാതെയെന്നും UDF നേതാക്കൾ ആരോപിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ കണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനുമതി രേഖ ആവശ്യപ്പെട്ടു. നിർമ്മാണോദ്ഘാടനത്തിന് തടസ്സമില്ലെന്നും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതായും സെക്രട്ടറി അറിയിച്ചു. ജനങ്ങൾ വിഡ്ഢികളല്ലെന്ന് ഓർമ്മ വേണമെന്ന് സെക്രട്ടറിയോട് UDF നേതാക്കൾ പറഞ്ഞു. ഇന്ന് രാവിലെ 11:30ഓടെയാണ് നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ ഇവർ പ്രതിഷേധവുമായി എത്തിയത്. നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡ് 5 വർഷമായിട്ടും പ്രവൃത്തി ആരംഭിക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കെ ബസ് സ്റ്റാൻഡിന് തറക്കല്ലിടുന്നുവെന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നടപടിയാണ് നഗരസഭ ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നത് പ്രതിപക്ഷത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യമാണ്. എന്നാൽ ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണത്തിന് ടൗൺ പ്ലാനിലേക്ക് നഗരസഭ DPRും അനുബന്ധ രേഖകളും സമർപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്നും ഇനി നിരവധി കടമ്പകൾ ബാക്കിയുണ്ടെന്നും UDF നേതാക്കൾ പറഞ്ഞു. ഇന്ന് ഇവർ ചെയ്യുന്നത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ്. ഞങ്ങളിപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു കടലാസ്, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേപ്പർ അനുമതി കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടോ? ആകെ ചെയ്തത് DPR, നഗരസഭ, പഞ്ചായത്ത്, മുനിസിപ്പൽ ബിൽഡിങ്ങിനെ, ബസ് സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിൻ്റെ DPRും അനുബന്ധ രേഖകളും മലപ്പുറം ജില്ലാ ടൗൺ പ്ലാനർ ഓഫീസിലേക്ക് നൽകിയിട്ടേ ഉള്ളൂ. ജില്ലാ ടൗൺ പ്ലാനർ ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തി, പോലീസിൻ്റെ അനുമതി, അതുപോലെ തന്നെ RTOയുടെ അനുമതി, ഫയർ ആൻഡ് സേഫ്റ്റി അനുമതി അടക്കം അത് ഫീസബിളാണോ എന്ന് പരിശോധിച്ച് ജില്ലാ ടൗൺ പ്ലാനർ ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം ചീഫ് ടൗൺ പ്ലാനർ ഓഫീസിലേക്ക് നൽകണം. ഇതാണ് അതിൻ്റെ നടപടിക്രമം. അത് നൽകിയിട്ടില്ല. അതിൻ്റെ നൽകിയിട്ട് അവിടുന്ന് ഈ പറഞ്ഞ ലേഔട്ട് അപ്രൂവൽ കിട്ടിയിട്ടില്ല. ലേഔട്ട് അപ്രൂവൽ കിട്ടാതെ, ഒരു പേപ്പറും പോലും ക്ലിയർ ആക്കാതെ, CTPയുടെ അനുമതി കിട്ടാതെ, അതുപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുമതി കിട്ടാതെ, പോലീസിൻ്റെ അനുമതി കിട്ടാതെ, RTOയുടെ അനുമതി കിട്ടാതെ എന്തെങ്കിലും ഒരു കടലാസ് ഇന്ന് തറക്കല്ലിടാൻ പാകത്തിൽ അത് എന്തെങ്കിലും ഒരു അപ്രൂവലായ കടലാസ് ഉയർത്തിക്കാട്ടാൻ ഈ പറയുന്ന ഭരണാധികാരികൾക്ക് സാധിക്കുമോ? ഒന്നുമില്ല. സെക്രട്ടറി കൈമലർത്തുകയാണ്. അതുപോലെ തന്നെ പൊതുമരാമത്തിൻ്റെ ചുമതലയുള്ള, ME-യുടെ ചുമതലയുള്ള ഓഫീസർ കൈമലർത്തുകയാണ്. ഒരു കടലാസുമില്ല. ഒരു കടലാസുമില്ലാതെ കിട്ടുമല്ലോ, അനുമതി കിട്ടുമല്ലോ, അപ്രൂവൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് തറക്കല്ലിടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ്. ഇത് പൊതുജനം തിരിച്ചറിയണം. മതിപ്പ് ചെലവ് 50 ലക്ഷം രൂപയിൽ കവിയുന്ന പൊതുമരാമത്ത് പണിയുടെ കാര്യത്തിൽ 20 ദിവസത്തെ സമയം നൽകി സംസ്ഥാനത്തുടനീളം പ്രചാരമുള്ള 2 മലയാള പത്രങ്ങളിലും ദേശീയ പ്രചാരമുള്ള ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലും നിർബന്ധമായും ആവശ്യമെങ്കിൽ മറ്റു പത്രങ്ങളിലും നൽകണമെന്ന് കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളിലും പറയുന്നത് പ്രകാരം പത്രപരസ്യം ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും UDF നേതാക്കൾ ചോദിച്ചു. പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ്, കൗൺസിലർമാർ, UDF നേതാക്കളായ അഡ്വക്കേറ്റ് ഷെറി ജോർജ്, പൂളക്കൽ അബ്ദുട്ടി, നാണിക്കുട്ടി കൂമഞ്ചേരി, അജ്മൽ അണക്കായി, സെയ്ഫു ഏനാന്തി തുടങ്ങിയവർ ഉൾപ്പെടെ സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.